കഴിഞ്ഞ വർഷം മോദിയുടെ വർഷം ഉണ്ടായല്ല. ഇതിപ്പോ അഞ്ചാമത്തെ പ്രാവശ്യം ഇവിടെ ഇട്ട് അഞ്ചാമത്തെ പ്രാവശ്യം ഞാൻ ആദ്യം ആൾക്കാർ പലതും പറയും, പക്ഷെ ഞങ്ങൾ ഇതിനകത്ത് സിന്തറ്റിക് മെറ്റീരിയൽസ്. കൊച്ചിക്കാരുടെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എവിടെയും ഉത്സവ പ്രതീതി. പുതുവർഷത്തെ വരവേൽക്കാനും ഈ വർഷത്തോട് വിട പറയാനും എല്ലാ രീതിയിലും തയ്യാറെടുക്കുകയാണവർ. വർഷങ്ങളായി എല്ലാ പുതുവർഷത്തിലും നടന്നുവരുന്ന കാർണിവൽ വെളി ഗ്രൗണ്ടിൽ പൊടി പൊടിക്കുകയാണ്. കൊച്ചിയിലെ പുതുവർഷ ആഘോഷം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലോടിയെത്തുക പടുകൂറ്റൻ പപ്പാഞ്ഞിയാണ്. പോയ വർഷത്തിന്റെ എല്ലാ നൊമ്പരങ്ങളും കഷ്ടതകളും കത്തിയെരിച്ചുകൊണ്ട് പുത്തൻ പ്രതീക്ഷകളെ വരവേൽക്കുക എന്നതാണ് പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ വർഷത്തെക്കാളും വലിയ പടുകൂറ്റൻ പപ്പാഞ്ഞിയാണ് ഇത്തവണ ഫോർട്ട് കൊച്ചിയിൽ തയ്യാറാകുന്നത്. കഴിഞ്ഞ വർഷം 65 അടിയായിരുന്നു വലുപ്പം. എന്നാൽ ഇത്തവണ 80 അടിയുള്ള പപ്പാഞ്ഞിയാണ് നിർമ്മിക്കുന്നത്. പുതുതലമുറയെ സ്വാധീനിക്കുന്ന ലഹരിക്കെതിരായുള്ള ഒരു സന്ദേശമാണ് ഇത്തവണ ഒരുക്കുന്ന പപ്പാഞ്ഞിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ മുള വെച്ചിട്ടാണ് പപ്പാഞ്ഞിക്കുള്ള ഫ്രെയിം ഉണ്ടാക്കുന്നതെങ്കിലും ഇത്തവണ സ്റ്റീൽ ഉപയോഗിച്ച് ഫ്രെയിം ഉണ്ടാക്കി ചാക്കുകൾ വെച്ച് പൊതിഞ്ഞ് അതിനു പുറത്തേക്ക് പപ്പാഞ്ഞിക്കുള്ള വസ്ത്രങ്ങൾ തുന്നിച്ചേർക്കുകയാണ്. എത്ര ദിവസമായിട്ടാണ് ഇത് ഞങ്ങൾ വെള്ളിയാഴ്ച തുടങ്ങിയതാണ്. ഇത് പൊന്നാരോങ്കലം വർക്ക്ഷോപ്പിലിട്ട് പണിതാണ്. അവിടെ ഇട്ട് പണിത് ഇന്നലെ ഞങ്ങള് 3 വണ്ടിക്ക് കൊണ്ടുവന്ന് ഇന്നലെ തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് ഇതൊരു 29-30 തീയതിക്ക് ഇതിന്റെ പൂർണ്ണ രൂപമാക്കും മൊത്തം. പിന്നെ ഇതിനകത്ത് ഇനി മറ്റന്നാ ക്രെയിം വിളിച്ചിട്ട് ഇവിടെ സ്ഥലം കാണിച്ചു തന്നിട്ടില്ല. സ്ഥലം കാണിച്ചു തന്നെ അവിടെ പൊക്കി വെക്കും. ഇതിന്റെ ഹൈറ്റ് 80 അടിയാണ് മൊത്തം സ്കവോൾഡിങ്സ് അവിടെ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ 65 അടി, ഈ പ്രാവശ്യം ഉണ്ട് 80 അടി ഹൈറ്റിലുണ്ടാകും. ഇത് എന്ത് ഉപയോഗിച്ചിട്ടും എന്ത് മെറ്റീരിയൽസ്? GA ട്യൂബ് എല്ലാം കംപ്ലീറ്റ് ഇരുമ്പാണ്. 1.5 ഇഞ്ച് 2 ഇഞ്ച് സ്ക്വയർ ട്യൂബിന്റെ കാല്, പിന്നെ നെഞ്ച് ഭാഗം 1.5 ഇഞ്ച് സ്ക്വയർ ട്യൂബ്, കംപ്ലീറ്റ് സ്റ്റീൽ മെറ്റീരിയലാണ് മൊത്തം. അപ്പം ഇതിന്റെ പുറത്ത് വരുന്ന ഒരു ക്ലോത്ത് അല്ലേ? ഇതിന്റെ പുറത്ത് ഇപ്പൊ പൊതിയണത് ചാക്ക് പൊതിയും. പിന്നെ അവനൊരു ഡിസൈൻ തന്നിട്ടുണ്ട്. അതിൽ ഷർട്ട് പാന്റിന് വേറെ ഡിസൈൻ തുണി, പിന്നെ ഷർട്ടിന് വേറെ, തൊപ്പിക്ക് വേറെ. ഞാൻ ഫോട്ടോയിൽ കാണുന്ന ഡിസൈൻ ഇതിനകത്ത് സെറ്റ് ചെയ്യും. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ കേട്ടെ ഇതില് സിന്തറ്റിക് മെറ്റീരിയൽസ് ഒന്നുമില്ല. ഇതിനകത്ത് ചാക്ക്, തുണി, വൈക്കോലി, വേറൊരു മെറ്റീരിയൽ ഇതിനകത്ത് ഉപയോഗിക്കണില്ല. അപ്പൊ ഇതിങ്ങനെ കത്തിക്കുന്നതുകൊണ്ട് നമുക്ക് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നോ പുക മലിനീകരണം ഉണ്ടാകുന്നൊക്കെ പറയുന്നുണ്ട്. ആൾക്കാർ പലതും പറയും, പക്ഷെ ഞങ്ങൾ ഇതിനകത്ത് കയറ്റണത് ലാസ്റ്റ് കയറ്റണ ഓലപ്പടക്കം. ആകെ ചെയ്യണത് ചാക്കിപ്പോ ചാക്ക് ഇവിടെ വെച്ച് തന്നെ പൊതിയണം. ആർക്ക് വേണമെങ്കിലും ഇത് പരിശോധിക്കുക ഇതിനകത്ത് എന്താ കയറ്റി എന്നുള്ളത്. ഞങ്ങൾ ഒളിച്ചും പാത്തും ചെയ്യണില്ല. ഇവിടെ വെച്ച് എന്ത് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞൊരു സാധനം ഇതിനകത്ത് തൊടുവില്ല. മൊത്തം കംപ്ലീറ്റ് പ്രകൃതിയിൽ ഇതായി പോണതാണ്. ചേട്ടനിപ്പോ എത്ര വർഷമായി? ഞാൻ ഇതിപ്പോ 5ാമത്തെയാണ്. ആണോ? കഴിഞ്ഞ വർഷം മോദിയുടെ വർഷം ഉണ്ടായല്ല. അത് കാരണം ഈ പ്രാവശ്യം അതില്ലാതിരിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ ഡിസൈൻ മാറ്റി റെഡിയാക്കി കൊണ്ടുവന്നു. കഴിഞ്ഞ പ്രാവശ്യം ടെൻഷൻ എടുക്കേണ്ടി വന്നു. അപ്പൊ ആ കോവിഡ് വരുന്നതിന് മുമ്പൊക്കെ ഇതൊക്കെ ചേട്ടൻ തന്നെയാണ് ചെയ്തത്? ഇതിപ്പോ 5ാമത്തെ പ്രാവശ്യം ഇവിടെ ഇട്ട് 5ാമത്തെ പ്രാവശ്യം ഞാൻ ആദ്യം ചെയ്ത 40 അടി, പിന്നെ 50, 60, പിന്നെ 65 ചെയ്ത്. ഇത് 80 അടിയാണ് ഇപ്പൊ ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലുത്. ഇതാ ചെയ്യാൻ പോണത് 80 അടി ആയിട്ട്. ഡിസംബർ 31 കൃത്യം 12 മണിക്ക് കപ്പലിൽ നിന്ന് സൈറൺ മുഴങ്ങുന്നതോടെ പപ്പാഞ്ഞി അഗ്നിക്കിരയാകും. അതോടെ പുതുവർഷം വിടരും. പലതരത്തിലുള്ള സംസ്കാരങ്ങൾ കൊച്ചിയിലെ പൈതൃകത്തിൽ ന്യൂ ഇയർ ആഘോഷിക്കും.